വൈപ്പിനിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രവർത്തിപ്പിക്കാത്ത ജലസംഭരണിയുടെ മാതൃകയിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parur. വൈപ്പിനിൽ കുടിവെള്ളമില്ല. പണിതീർത്ത് ഉദ്ഘാടനം കഴിഞ്ഞ മുരിക്കുംപാടം ഞാറക്കൽ ശുദ്ധജല ടാങ്കുകൾ നോക്കുകുത്തി. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തിപ്പിക്കാത്ത ശുദ്ധജല സംഭരണിയുടെ മാതൃകയിൽ റീത്ത് സമർപ്പിച്ച് പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഞാർക്കൽ മുരിക്കുംപാടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 വർഷം മുൻപ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത 10 കോടിയോളം മുതൽ മുടക്കി പണിതീർത്ത ശുദ്ധജല ടാങ്കുകൾ ഇതേവരെ പ്രവർത്തന സജ്ജം ആയിട്ടില്ല. നായരമ്പലം ഞാർക്കൽ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 6 കോടി രൂപ മുടക്കി 12 വർഷം കൊണ്ട് പണിതീർത്ത ഞാർക്കലിലെ ടാങ്ക്, മുരിക്കുംപാടത്തെ ടാങ്ക് 4 കോടി മുടക്കി 6 വർഷം കൊണ്ട് പണിതീർത്തു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നിരന്തര സമരങ്ങൾ മൂലമാണ് ടാങ്കിന്റെ പണി പൂർത്തിയായത്. ഈ 2 ടാങ്കും പണിയുന്ന കാലത്ത് പൈപ്പ് ലൈൻ ഇടുവാൻ സംസ്ഥാന പാത വരെ കുത്തിപ്പൊളിച്ച് പൈപ്പ് വരെ ഇട്ടു. ഈ പൈപ്പിലൂടെ ശുദ്ധജലം വന്നാൽ മാത്രമേ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ സാധിക്കൂ. എത്രയും വേഗം ഈ ടാങ്കുകൾ പ്രവർത്തന സജ്ജം ആക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു. വർഷങ്ങളായി കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന വൈപ്പിൻ ജനത പടിഞ്ഞാറ് അറബിക്കടലിലും കിഴക്ക് കായലിലും 28 കിലോമീറ്റർ ഫോർട്ട് വൈപ്പിൻ മുതൽ നെടുങ്കം വരെയുള്ള നീളം, 3.5 കിലോമീറ്റർ ഞാറക്കൽ ഏരിയയിലേക്കുള്ള മാക്സിമം വീതിയും ഇങ്ങനെയുള്ള വൈപ്പിൻ പ്രദേശത്ത് സെന്റർ പൊസിഷനിൽ കുഴിച്ചാൽ മാത്രമേ നമുക്ക് ബോർവെല്ലിന് വെള്ളം വരെ കിട്ടുകയുള്ളൂ. എന്തിനും ഏതിനും ശുദ്ധജലത്തെ ആശ്രയിക്കുന്ന വൈപ്പിൻ നിവാസികളാണ്. അവരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായിട്ട് ഞാറക്കൽ നായിരമ്പലം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായിട്ട് 6 കോടിയോളം രൂപ മുടക്കി 12 കൊല്ലം മുമ്പ് പണി ആരംഭിച്ച ശുദ്ധജല സംഭരണി 1.5 വർഷം മുൻപ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് ഇന്നേ വരെ വെള്ളം നിറച്ചിട്ടില്ല. വെള്ളം നിറച്ച് പമ്പിംഗ് നടത്തിയാലല്ലേ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കൂ. അതേപോലെ തന്നെ മുരിക്കുംപാടം 4 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് പണിതീർത്ത ശുദ്ധജല ടാങ്ക് 2 വർഷം മുമ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. അതും നോക്കുകുത്തിയായി കിടക്കുകയാണ്. അപ്പൊ എന്തൊരു വിരോധാഭാസമാണ്. ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് എന്താണ്? തനതായിട്ട് കൊച്ചിക്കൊരു ശുദ്ധജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ വെള്ളം നിറയ്ക്കാൻ സാധിക്കൂ എന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുമ്പോൾ ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുണ്ട്. റബ്ബറൈസ്ഡ് സംസ്ഥാന പാത വൈപ്പിൻ അത് 12 വർഷം മുമ്പ് കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടു. അതിനുശേഷം മറ്റ് പണികൾ പൂർത്തിയായത് 12 വർഷം മുമ്പാണ്. ഈ സമയത്തൊന്നും ഇവർക്ക് ഈ ബോധോദയം ഉണ്ടായില്ലേ? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജനങ്ങളാണ് ശക്തി. ജനങ്ങളോട് നിങ്ങൾ കബളിപ്പിക്കാൻ ഇനിയെങ്കിലും നിർത്തുക. പൊതുജനങ്ങൾ ഒപ്പിട്ട നിവേദനം എഞ്ചിനീയർക്ക് നൽകി. വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ദളിത് സാംസ്കാരിക ജനറൽ സെക്രട്ടറി PK ബാഹുലയൻ, സമിതി വൈസ് ചെയർമാൻ M രാജഗോപാൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി ആന്റണി പുന്നത്തറ, സെക്രട്ടറിമാരായ സെബി ഞാറക്കൽ, ടൈറ്റസ് പൂപ്പാടി, ട്രഷറർ ഫ്രാൻസിസ് ആറക്കൽ, ബിജു ജോർജ് തുണ്ടിയിൽ, ജെയിംസ് തറമ്മൽ, ജോസി ചക്കാലക്കൽ, MA സേവിയർ, റോസ്ലി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എറണാകുളം.